ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സർപ്രൈസ് നടന്ന ദിവസമാണ്. അതുകൂടാതെ എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് കിട്ടി എങ്ങനെയാണ്? ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ല, ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അർഷിനോട് പറഞ്ഞ് നമുക്കിന്ന് ഡിന്നർ പുറത്തുനിന്നാക്കാം. അപ്പോഴാണ് അർഷി പറഞ്ഞത് ഇന്ന് ബർത്ത്ഡേ അല്ലേ, എൻ്റെ വക ഗിഫ്റ്റായിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ഷോപ്പ് ചെയ്തോളാന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇങ്ങനെ ഒരു വലിയൊരു നാടകം ഇവിടെ അരങ്ങേറുമ്പോൾ എനിക്ക് വേണ്ടി ഒരു കൂട്ടം ഫ്രണ്ട്സ് സർപ്രൈസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിനാണ് എൻ്റെ കൂടെ എന്നിട്ട് ഈ അഭിനയിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നാണ് നമ്മുടെ ബേബി ഷവർ. അവിടെ എത്തി ഞാൻ നെട്ടി. പിന്നെ ഈ ഡെക്കറേഷനും ഈ ക്യാപ്ഷനും വി ലവ് യു എന്നൊക്കെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. സ്നേഹിക്കാൻ നമുക്ക് ആൾക്കാരുണ്ടായിരിക്കാം എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അല്ലേ? എന്നാൽ നമ്മളെ സ്നേഹിക്കാനും കുറച്ച് ആൾക്കാർ ചുറ്റുമുണ്ടായിരിക്കാം എന്നുള്ളത് അതിലേറെ ഭാഗ്യമാണ്. ഈ സ്നേഹിക്കാൻ അറിയുന്ന കുറേ ആൾക്കാരുടെ ഇടയിൽ ജനിക്കാൻ അവസരം കിട്ടിയ നമ്മുടെ ബേബിയും ഭാഗ്യം ചെയ്ത ഒരാളായിരിക്കും. ആരും കാണാത്ത എൻ്റെ പല വൃത്തികെട്ട സ്വഭാവങ്ങളും മുഖങ്ങളും ഒക്കെ ഇവിടെയുള്ള പല ആൾക്കാരും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഉയർച്ചയിലും താഴ്ചയിലും ഇവരെനിക്ക് തന്ന സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഈ മുഖത്ത് കാണുന്ന ഈ ചിരിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജീവിതത്തിൽ ഒരുപാട് ടൈം മാറ്റിവെച്ച് ഈ ഒരു പരിപാടി ഇന്നിവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര എഫേർട്ട് ഓരോരുത്തരും ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു നന്ദി പറച്ചിലിൻ്റെ ആവശ്യമൊന്നും നമ്മുടെ ഇടയിലില്ല. എന്നാലും അല്ലെങ്കിൽ വേണ്ട, ബോറായി പോവും. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം ദാ ഇവിടെ തീരുന്നു. ലവ് യു ഓൾ.